CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലിപ്പറമ്പ് കാളിക്കടവ് പാലം അപ്രോച്ച് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ കുറ്റിയടിക്കൽ നടന്നു. പാലത്തിന്റെ നിർദ്ദിഷ്ട പ്രോജക്ട് ഡിസൈൻ വർക്ക് പൂർത്തിയാക്കി ഭരണാനുമതിക്കായി ഉടനെ സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു. പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ജില്ലയിൽ തന്നെ മാതൃകയാവുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ. 14 ലക്ഷം രൂപ ചിലവഴിച്ച് 4 LP സ്കൂളുകളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ എപ്പോഴും മുൻഗണന നൽകുന്നതെന്ന് ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ PMAY പദ്ധതിയിൽ അപേക്ഷ നൽകിയ മുഴുവൻ ആളുകളുടെയും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു. അപേക്ഷ നൽകിയ 284 പേരിൽ 174 പേർ പഞ്ചായത്തുമായി കരാറിൽ ഒപ്പുവച്ചു. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ എപ്പോഴും മുൻഗണന നൽകുന്നതെന്ന് ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലെയും തൊഴിലാളികളെ മികച്ച രീതിയിൽ പരിഗണിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ക്ഷേമനിധികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഏറ്റവും സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ലോട്ടറി ഏജന്റുമാർ സമൂഹത്തിന്റെ ആദരവ് അർഹിക്കുന്നവരാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് വിൽപ്പന നടത്തിയപ്പോൾ വലിയ തോതിൽ അഴിമതിയാണ് അതിലൊക്കെ തന്നെ കണ്ടിരുന്നത്. മാത്രമല്ല ആ ഒരു മേഖലയിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനെ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ചെയ്യുകയും അദ്ദേഹം ഇപ്പോൾ ഹൗസ് അറസ്റ്റിലാണ് എന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരം. അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോട്ടറി എടുക്കുന്നവർ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ലോട്ടറി മേഖലയിൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള പലരും ജീവിതത്തിൽ നല്ല രീതിയിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പലരും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാത്തവർ അത് മറ്റൊരു രീതിയിൽ പോയിട്ടുണ്ടാവും. എങ്കിലും ഭൂരിപക്ഷം ആളുകൾ ഈ ലോട്ടറി കിട്ടിയ ആളുകൾ എപ്പോഴും അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിട്ടുണ്ട്. പി ഉബൈദുള്ള MLA ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ VR വിനോദ്, നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം TB ദയാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. CCN മലപ്പുറം. ആലിപ്പറമ്പ് കാളിക്കടവ് പാലം അപ്രോച്ച് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ കുറ്റിയടിക്കൽ നടന്നു. പാലത്തിന്റെ നിർദ്ദിഷ്ട പ്രോജക്ട് ഡിസൈൻ വർക്ക് പൂർത്തിയാക്കി ഭരണാനുമതിക്കായി ഉടനെ സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധപ്പെടുത്തി കാളിക്കടവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഇതിലേക്കായുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള സ്ഥലം ഉടമകളിൽ നിന്ന് വാങ്ങി സർക്കാരിലേക്ക് വിട്ടു നൽകാൻ ജനകീയ കമ്മിറ്റി തയ്യാറെടുപ്പും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏറ്റെടുത്ത സ്ഥലം തിട്ടപ്പെടുത്തി അതിരുകൾ നിശ്ചയിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നത്. ഇതിലേക്ക് 5 ലക്ഷം രൂപ വീതം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും പദ്ധതി വിഹിതം നീക്കിവച്ചിട്ടുമുണ്ട്. 150 മീറ്റർ ദൈർഘ്യത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് പൊതുമരാമത്ത് വകുപ്പ് 88,77,400 രൂപയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കി. ലാൻഡിംഗ് സ്ലാബുകൾ ഉൾപ്പെടെ 160 മീറ്റർ ദൈർഘ്യത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന് 5 സ്പാനുകൾ ഉൾപ്പെടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരികയാണ്. നിർദ്ദിഷ്ട പ്രൊജക്ട് ഡിസൈൻ വർക്ക് പൂർത്തിയാക്കി ഭരണാനുമതിക്കായി ഉടനെ സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്ന് PWD മഞ്ചേരി പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ പറഞ്ഞു. അത് നമ്മളെ സർവേ ടീം ഇന്നിവിടെ ചെയ്ത് ഏകദേശം മാർക്കിംഗ് നടത്തി. അടുത്ത ദിവസം ഞങ്ങളത് വന്ന് ഫൈനൽ ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റോൺ ഫിക്സ് ചെയ്യും. അവർ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് അവർ പെഗ് മാർക്ക് ചെയ്യും. ആ പെഗ് മാർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അടുത്ത ദിവസം വന്ന്
അത് പെർമനൻ്റ് ആക്കിയിട്ട് കല്ലിടും. അപ്പോൾ അത് ഇന്ന് നടക്കുന്ന പ്രോസസ്സ് അതാണ്. നമുക്ക് ഇനിയിപ്പോൾ ഇത് ചെയ്യാനുള്ളത് നമ്മൾ തയ്യാറാക്കിയ രൂപരേഖ പ്രകാരം ഏതാണ്ട് 130 മീറ്റർ നീളമാണ് നമ്മളെ പാലത്തിന് നീളം. നമ്മൾ ചിലപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു വേരിയേഷൻ അതിൽ വരാൻ സാധ്യത ഉണ്ട്. എന്നാലും ഏതാണ്ട് 5 സ്പാനുകളിലായിട്ട് 130 മീറ്റർ നീളം ആണ് നമ്മൾ പാലം ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 2 കരയിലേക്കും അപ്പോൾ ഒരു 15 മീറ്ററോളം 2 കരയിലേക്കും ഓവർലാപ്പ് ചെയ്ത് മുന്നോട്ട് കയറി നിൽക്കും. അപ്പോൾ വലിയ കുഴപ്പം വരും. ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, വൈസ് പ്രസിഡന്റ് ഷീജ, മെമ്പർ CH ഹമീദ്, ബ്ലോക്ക് അംഗം PK മാനു, പാലം കമ്മിറ്റി അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിലും യോഗത്തിലും പങ്കെടുത്തു. യോഗത്തിന് ജനറൽ കൺവീനർ K രാധാകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ KK ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ PMAY പദ്ധതിയിൽ അപേക്ഷ നൽകിയ മുഴുവൻ ആളുകളുടെയും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു. അപേക്ഷ നൽകിയ 284 പേരിൽ 174 പേർ പഞ്ചായത്തുമായി കരാറിൽ ഒപ്പുവച്ചു. PMAYക്ക് പുറമെ 15 പേർ ലൈഫ് പദ്ധതിയിലും വീടിനായി കരാറിൽ ഒപ്പുവച്ചു. ജനറൽ വിഭാഗത്തിൽ 79 പേരും SC വിഭാഗത്തിൽ 80 പേരും മൈനോറിറ്റി വിഭാഗത്തിൽ 125 പേരുമാണ് PMAY പദ്ധതിയിൽ വീടിനായി അപേക്ഷ നൽകിയത്. ഇതിനായി 110 പേർ പുതിയ വീട് നിർമ്മിച്ചതിനാൽ ഒഴിവാക്കപ്പെട്ടു. ബാക്കി മുഴുവൻ ആളുകൾക്കും വീട് നൽകാൻ കഴിഞ്ഞത് അഭിമാന നേട്ടമായതായി പ്രസിഡന്റ് ഹനീഫ കുന്നത്ത് പറഞ്ഞു. 60% ആളുകൾ വീട് സ്വന്തമായി നിർമ്മിച്ച് താമസം തുടങ്ങി കഴിഞ്ഞ ആളുകളാണ്. കാരണം ഇതിനെ കാത്തിരിപ്പിങ്ങനെ നീണ്ടു പോവുക. ഇത് ത്രിതല പഞ്ചായത്തിന്റെ പരിധിയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും ഒക്കെ വിഹിതം വയ്ക്കേണ്ടത് ഒരു പദ്ധതിയാണ്. അല്ലാതെ ഈ വിഹിതമെല്ലാം ഒന്നിച്ചു ചേരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്തി നിങ്ങൾക്കൊക്കെ എഗ്രിമെന്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷിച്ച PMAYയിൽ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും, മുഴുവൻ അപേക്ഷകർക്കും ഇന്ന് SC വിഭാഗം, മൈനോറിറ്റി വിഭാഗം, പൊതുവിഭാഗം ഈ 3 വിഭാഗത്തിലും മുട്ട മുഴുവൻ ആളുകൾക്കും ഇന്ന് അഗ്രിമെന്റ് നടപടി പൂർത്തിയാക്കുന്ന ദിവസമായതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമായി. പഞ്ചായത്തിൽ ചേർന്ന ഗുണഭോക്തൃ യോഗം പ്രസിഡന്റ് ഹനീഫ കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷയായി. KK ഷൗക്കത്ത്, അനസ് പൊംപ്ര, M മോഹനൻ, C വിജിത എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. വാക്കുകളിൽ മാത്രമാണ് ഭിന്നശേഷി സൗഹൃദമെന്ന് ഗണേഷ് കൈലാസ്. ഇത് മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഭിന്നശേഷി ദിനത്തിൽ പൂക്കോട്ടുകാവ് സ്വദേശിയുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഞാൻ ഗണേഷ് കൈലാസ്. എല്ലാ പ്രിയ ഭിന്നശേഷി സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഭിന്നശേഷി ദിന ആശംസകൾ. ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരു കുറവല്ല, മറിച്ച് അത് വലിയൊരു അവസരമാണ്. എന്നുള്ള അവസരം നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന ഈ വിശാലമായിട്ട് ലോകത്തെ നമ്മുടെ അനുഭവങ്ങളാൽ കീഴടക്കാൻ ദൈവം തരുന്ന വലിയൊരു അവസരമാണ് നമ്മുടെ ഭിന്നശേഷി എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ അനുഭവങ്ങളാൽ സമ്പന്നമാണ്. നമ്മളിരിക്കുന്ന മരത്തിൻ്റെ ചില്ലകൾ ദൈവം വെട്ടി വീഴുന്ന ഒരിക്കലും നമ്മളെ താഴെ വീഴ്ത്താൻ വേണ്ടിയല്ല, മറിച്ച് ആ ചില്ലയിൽ നിന്ന് പറന്ന് നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വിശാലമായിട്ടുള്ള ലോകത്തെ നമുക്കൊക്കെ ദൈവം തന്ന അനുഭവങ്ങളാൽ കീഴടക്കാൻ തന്നെയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മറന്നേക്കൂ, നമുക്ക് എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് മാത്രം ആലോചിക്കൂ. നമുക്ക് തന്ന ഈ വലിയൊരു അവസരം, ഈ ഭിന്നശേഷി എന്ന് പറയുന്ന ഈ ഒരു അവസരത്തിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണമെന്നുള്ളത് ഈ ഭിന്നശേഷി ദിനത്തിൽ എൻ്റെ എല്ലാ ഭിന്നശേഷി സുഹൃത്തുക്കളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, എത്രയൊക്കെ നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ നാട് ഭിന്നശേഷി സൗഹൃദമാണെന്ന് പറഞ്ഞാലും ഇന്നും ഒരു ഭിന്നശേഷി കാരനായിട്ടുള്ളൊരു വ്യക്തിക്ക് പുറത്തിറങ്ങാൻ ഭയമാണ്. കാരണം വാക്കുകളിൽ മാത്രമാണ് ഭിന്നശേഷി സൗഹൃദമെന്നുള്ള ആ പേര് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട ഭരണാധികാരികൾക്ക് ഈ ഭിന്നശേഷി ദിനത്തിൽ ഞങ്ങൾ ഭിന്നശേഷിക്കാരെ ഒന്ന് കൂടെ നിർത്താനും ഞങ്ങളുടെ ഈ ഒരു വലിയൊരു അവസരത്തെ ഞങ്ങൾക്കും സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള
ഈ അവസരത്തിന് ഒരിക്കലും നിഷേധിക്കരുതേ എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഈ ഒരു ദിനത്തിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. തന്റെ 26-ാം വയസ്സിൽ തൃശൂരിൽ വെച്ചുണ്ടായ വാഹനാപകടമാണ് ഗണേഷിനെ ഈ ചക്രക്കസേരയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത്. അപകടത്തിൽ ഗണേഷിന്റെ കഴുത്തിനു താഴെ പൂർണ്ണമായും ചലനമറ്റുപോയി. എന്നാൽ ഡോക്ടർമാരെ ഗണേഷ് പഴിച്ചില്ല. പകരം വാക്കുകൾ കൊണ്ട് എങ്ങനെ മറ്റുള്ളവരെ മുറിവുണക്കാം എന്ന് ചിന്തിച്ചു. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ എടുത്തു. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പാഠവും പറഞ്ഞുകൊടുത്തു. അതിനിടയിലാണ് നാട്ടിലെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ഗണേഷിനെ ക്ഷണിച്ചത്. രോഗികൾക്കുള്ള ക്ലാസുകളും കൈകാര്യം ചെയ്തു. 18 വർഷം പിന്നിടുമ്പോൾ വിവിധ ജില്ലകളിലും കോയമ്പത്തൂരിലുമായി 1400-ൽ പരം വേദികളിൽ അച്ഛൻ ശങ്കരൻകുട്ടിയുടെയും സഹോദരൻ ഗിരീഷിന്റെയും കൈപിടിച്ച് വീൽ ചെയർ പ്രസംഗം പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്നെപ്പോലെയുള്ള 4 ചുമരുകൾക്കുള്ളിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ അവരോടൊപ്പം നിൽക്കുന്ന അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അവരുടെ സഹോദരങ്ങളായിക്കോട്ടെ, അവർക്കൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് എന്നൊരു സഹായം, അതൊരു ആത്മവിശ്വാസത്തിൻ്റെ കൈ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കടക്കുന്ന വ്യക്തിയുടെ സ്വപ്നങ്ങളിലെ ചിറകുകൾക്ക് വലിയൊരു ശക്തി നൽകുമെന്നുള്ളത് ഒരു സത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വത്തിനു വേണ്ടി തമ്മിലടിക്കുന്ന സഹോദരങ്ങളുള്ള കാലത്ത് സ്വന്തം അനിയനെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഏട്ടൻ, 24 മണിക്കൂറും ഒരു അനിയനൊപ്പം നിൽക്കുന്ന ഒരു ഏട്ടനെക്കുറിച്ച് ഞാൻ എന്തു പറഞ്ഞാലും അത് കുറഞ്ഞു പോകും. ഞാനിപ്പോൾ എൻ്റെ അമ്മയായാലും ശരി, എൻ്റെ അച്ഛനായാലും ശരി, എൻ്റെ ചേച്ചി, എൻ്റെ അളിയൻ, എൻ്റെ മരുമക്കൾ, പിന്നെ കഴിഞ്ഞ ഒരു 7 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് എൻ്റെ ഭാര്യ, എൻ്റെ മോൻ, ഇവരൊക്കെ എന്നെ എന്നും എന്താണോ എൻ്റെ ആഗ്രഹം അതിനനുസരിച്ച് ചിന്തിക്കാനും അതിനു വേണ്ട സപ്പോർട്ട് തരാൻ മാത്രമാണ് അവർ എന്നോട്, അത് മാത്രമേ അവർ ഇന്നുവരെ ചെയ്തിട്ടുള്ളൂ. ജീവിത വെല്ലുവിളികളെ നേരിടാൻ യുവതലമുറയെ പ്രാപ്തരാക്കുക, നല്ലൊരു സമൂഹജീവിയായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗണേഷ് കൈലാസ് ക്ലാസുകൾ നയിക്കുന്നത്. പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രചോദന ക്ലാസുകളും ഭിന്നശേഷിക്കാർക്കും പാലിയേറ്റീവ് സംഘടനകൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയാണ് ക്ലാസുകൾ നയിക്കുന്നത്. ഇന്ന് ഗണേഷിന് താങ്ങായി അധ്യാപികയും കണ്ണൂർ സ്വദേശിയുമായ ഭാര്യ ശ്രീലേഖയും മകൻ അശ്വനും കൂടെയുണ്ട്. അമ്മ കല്യാണിക്കുട്ടിയും സഹോദരങ്ങളായ ഗീതയും ഗിരീഷും സഹോദരി ഭർത്താവ് ഹരിദാസനും മരുമക്കൾ അക്ഷയും അനാമികയും അടങ്ങുന്നതാണ് കുടുംബം. എൻ്റെ അനിയനെ എന്നാവുന്ന സഹായം ചെയ്യുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ കടമ. പിന്നെ അത് ഞാൻ ചെയ്തു വരുന്നുണ്ട്. പരമാവധി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അതിപ്പോൾ ഞങ്ങൾ അല്ലാതെ അവരാരും ഇല്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഓരോ കടമയുണ്ട്. ഓരോ ജനത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു കടമയും ഉത്തരവാദിത്വമുണ്ട്. ആ കടമ നമ്മൾ ചെയ്യുന്നു, നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ഒഴിവാകാൻ പാടില്ല. ആ ഒരു സന്ദേശമാണ് എനിക്ക് ഇതിൽക്കൂടെ സമൂഹത്തിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ. എല്ലാവരും കഴിയുന്നതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. നമുക്ക് എന്ത് കിട്ടും, എന്ത് പ്രതീക്ഷിച്ചിട്ടാണെന്നുള്ളതല്ല, നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മൾ മക്കൾക്കായാലും കുടുംബത്തിലേക്കായാലും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ജീവിതം പൊരുതുവാനുള്ളതാണ്, അനുഭവം പഠിക്കുവാനുള്ളതും. ഇങ്ങനെയൊരു വലിയൊരു മെസ്സേജാണ് ഗണേഷ് ക്ലാസുകളിലൂടെ നൽകുന്നത്. CCN കടമ്പഴിപ്പുറം. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം 6 പഞ്ചായത്തുകളിലെ 1.5 ലക്ഷം വീടുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയോരത്ത് പൈപ്പുകൾ ഇടുന്നതിനുള്ള ഒരുക്കത്തിൽ ജല അതോറിറ്റി. പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗം നിരാക്ഷേപ പത്രം നൽകിയാൽ വൈകാതെ തന്നെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. കരിമ്പ, മുണ്ടൂർ, കോങ്ങാട്, തച്ചനാട്ടുകര, കോട്ടപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകൾക്ക് വേണ്ടി ദേശീയപാതയിൽ 2 റീച്ചുകളിലായാണ് പ്രവൃത്തികൾ നടത്തുക. കരിങ്കലത്താണി മുതൽ കുമരമ്പത്തൂർ വരെ പാതയുടെ ഇരുഭാഗത്തായി 26 കിലോമീറ്ററിലും പൊന്നങ്കോട് മുതൽ മൈലംപുള്ളി വരെ ഇരുവശത്തായി 25 കിലോമീറ്റർ ദൂരത്തിലും പൈപ്പുകൾ സ്ഥാപിക്കും. ആകെയുള്ള 51 കിലോമീറ്റർ ദൂരത്തിൽ 8 ഇടങ്ങളിൽ റോഡിന് കുറുകെയായി പൈപ്പുകൾ സ്ഥാപിക്കേണ്ടി വരുന്നുണ്ട്. അനുമതിക്കും മറ്റുമുള്ള ഫീസ് ഇനത്തിൽ 2.58 കോടി രൂപയോളം ജല അതോറിറ്റി ദേശീയപാത വിഭാഗത്തിന് അടച്ചിട്ടുണ്ട്. ദേശീയപാതയോരത്ത് പൈപ്പുകൾ ഇടുന്നതിനായി 5 തവണയോളം ജല അതോറിറ്റി ദേശീയപാത അധികൃതർക്ക് അപേക്ഷ നൽകിയിരുന്നു. വകുപ്പ് മേധാവികൾ നടത്തിയ ഇടപെടലിലാണ് തടസ്സങ്ങൾ ഒഴിവായത്. ഇതേ തുടർന്ന് 2 ആഴ്ച മുൻപ് ജല അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർ സംയുക്ത സ്ഥല പരിശോധനയും പൂർത്തിയാക്കി.
പാതയ്ക്ക് കോട്ടം തട്ടിക്കാതെ അരുകിൽ കിടങ്ങ് നിർമ്മിച്ചും അടിഭാഗം തുറന്ന് പൈപ്പ് തള്ളി നീക്കി പാതയ്ക്ക് കുറുകെ സ്ഥാപിക്കുന്ന തരത്തിലുമാണ് പ്രവൃത്തി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പാതയുടെ അരുകിൽ ടാറുള്ള ഭാഗത്തു നിന്നും 1.5 മീറ്ററിനുള്ളിലാണ് പൈപ്പിടുന്നതെങ്കിൽ മെറ്റലും പാറപ്പൊടിയും മറ്റും ചേർത്ത മിശ്രിതമിട്ട് ഈ ഭാഗത്ത് സംരക്ഷണം ഉറപ്പുവരുത്തും. ചാലുകൾ മണ്ണിട്ട് നികത്തി ഉറപ്പിക്കുമെന്നും ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. 90 മില്ലിമീറ്റർ മുതൽ 350 മില്ലിമീറ്റർ വരെ വ്യാസമുള്ള വലിയ കുഴലുകളാണ് ജലവിതരണത്തിനായി വിന്യസിക്കുക. നാട്ടുകൾ മുതൽ താണാവ് വരെ ദേശീയപാത പ്രവൃത്തി നടത്തിയ ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും നിരാക്ഷേപ പത്രം നൽകുന്ന പക്ഷം പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം ഇത് ജല അതോറിറ്റിക്ക് കൈമാറുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് ലഭ്യമാകുമെന്നും അറിയുന്നു. NOC ലഭിച്ചാൽ ഡിസംബർ പകുതിയോടെ പണി ആരംഭിച്ച് 2025 ഫെബ്രുവരിയിൽ പൂർത്തിയാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ജല അതോറിറ്റി. ചെത്തല്ലൂർ മുറിയൻകണ്ണിപ്പുഴ കേന്ദ്രീകരിച്ചാണ് തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുക. ഇതിന്റെ ഭാഗമായി നാട്ടുകൾ തേങ്ങാങ്കണ്ടം മലയിൽ 66 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക് നിർമ്മിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. കാഞ്ഞിരപ്പുഴയിൽ നിന്നാണ് കരിമ്പ, മുണ്ടൂർ, കോങ്ങാട് പഞ്ചായത്തുകളിലേക്ക് വെള്ളമെത്തിക്കുക. പുളിഞ്ചോടിൽ പുതിയ ജലശുദ്ധീകരണശാലയും കോങ്ങാട് കോട്ടയിൽ 23 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കും പൂർത്തിയായിട്ടുണ്ട്. കരിമ്പ പാറലിൽ പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തികളും ഉടനെ തുടങ്ങുമെന്ന് അധികൃതർ പറയുന്നു. CCN ചെത്തല്ലൂർ. എടത്തനാട്ടുകര പടിക്കപ്പാടം വാർഡ് വനിതാ ലീഗ് കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് എടത്തനാട്ടുകര മേഖലാ ജനറൽ സെക്രട്ടറി അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ആ സ്ത്രീകൾ എങ്ങനെ ഏത് രീതിയിൽ ആ വീട്ടിൽ പെരുമാറുന്നു, ആ വീട്ടിൽ സമാധാനവും സുരക്ഷിതവും സന്തോഷവും ഒക്കെ എന്ത് ചെയ്യും നിലനിൽക്കും. അതേ രീതിയിൽ നമ്മുടെ വാർഡിൽ ഏറ്റവും കൂടുതൽ, നമ്മുടെ വാർഡിൽ നിന്നല്ല, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെക്കാൾ കൂടുതലുള്ളത് ആരാണ്? സ്ത്രീകൾ. കാരണം ആ സ്ത്രീകൾ ആണെന്ത് ഏറ്റവും ഭൂരിഭാഗം ഉള്ളതും. അതുകൊണ്ട് ആ വാർഡിലെ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും മുന്നോട്ട് നയിക്കാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ആ വാർഡിലെ ആ പ്രദേശത്തെ സ്ത്രീകൾക്ക് നല്ലൊരു പങ്കുണ്ട്. ഇപ്പം ഏത് മേഖല എടുത്തു നോക്കിയാലും ഏത് മേഖലയിലേക്കും കടന്നു വരുന്ന ആരാണ്? സ്ത്രീകൾ. പടിക്കപ്പാട് മദ്രസ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വാർഡ് വനിതാ ലീഗ് പ്രസിഡന്റ് നഫീസ പടുകുണ്ടിൽ അധ്യക്ഷയായി. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദു VP, ജനറൽ സെക്രട്ടറി അബൂബക്കർ, ട്രഷറർ റഹീസ് എടത്തനാട്ടുകര, വനിതാ ലീഗ് മേഖലാ ജനറൽ സെക്രട്ടറി സൈനബ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ വാർഡ് വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി പാത്തുമ്മക്കുട്ടി സ്വാഗതവും റാബിയ നന്ദിയും പറഞ്ഞു. CCN ചെത്തല്ലൂർ. അലനല്ലൂർ കോട്ടുപാടം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന സോണൽ കായികമേളയിൽ 74 പോയിന്റ് നേടി വട്ടമണ്ണപ്പുറം MLP സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. എല്ലാ വിദ്യാലയങ്ങളെയും ബഹുദൂരം തന്നെയാക്കി ഈ വർഷത്തെ ചാമ്പ്യന്മാരായിരിക്കുന്നു. 73 പോയിന്റ് നേടി എടത്തനാട്ടുകര PKH MOUP സ്കൂളിൽ വെച്ചാണ് കായികമേള നടന്നത്. 24 പോയിന്റ് നേടി ALPS മുറിയൻകണ്ണി 2ാം സ്ഥാനവും 22 പോയിന്റ് നേടി ALPS മുണ്ടക്കുന്ന് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 27 സ്കൂളുകളിൽ നിന്നായി 1000-ൽ പരം കായിക താരങ്ങൾ സോണൽ കായികമേളയിൽ പങ്കെടുത്തു. പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മാനേജർ P. അബൂബക്കർ പതാക ഉയർത്തി. പ്രധാനാധ്യാപിക NU സീനത്ത് അധ്യക്ഷയായി. മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C. അബൂബക്കർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നിർവഹിച്ചു. CCN ചെത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം സ്നേഹാലയം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ബഡ്സ് സ്കൂളിലെ കുരുന്നുകളെ ചേർത്തുപിടിച്ച് ശ്രീകൃഷ്ണപുരം മിത്ര മെഡിക്കൽ സെന്റർ. CCN ചാനലിന്റെ ഇടപെടലിനെ തുടർന്നാണ് കുട്ടികൾക്ക് കലാപരിശീലനം നടത്താൻ സ്പീക്കർ വാങ്ങി നൽകിയത്. കലോത്സവത്തിന്റെ ഭാഗമായി പരിശീലനം ചെയ്യാൻ നിലവിലുള്ള സ്പീക്കർ കേടുവരുകയും ഇതേ തുടർന്ന് കുട്ടികൾക്ക് പരിശീലനം നടത്താൻ പ്രയാസകരമായിരുന്നു. ഇതിനിടെ വാർത്തയെടുക്കാനായി സ്നേഹാലയത്തിലെത്തിയ CCN റിപ്പോർട്ടർ അരുൺകുമാർ മോഹനവാര്യരോട് അധ്യാപിക രമ്യ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ആവശ്യകത പറയുകയായിരുന്നു. നല്ലൊരു സ്പീക്കർ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉപകാരമാകുമെന്നും പറഞ്ഞു.
തുടർന്ന് മിത്ര മെഡിക്കൽ സെന്ററിലെ മാനേജ്മെന്റിനോട് ഈ വിവരം പറയുകയും ഉടനെ തന്നെ വിദ്യാലയത്തിലേക്ക് ആവശ്യമായ ബ്ലൂടൂത്ത് സ്പീക്കറുമായി അവർ എത്തുകയുമായിരുന്നു. സ്പീക്കർ നൽകാൻ എത്തിയപ്പോൾ കുട്ടികൾക്ക് കേക്കും മിഠായികളും നൽകി. ഇനി ഇവർ ഉറക്കെ കേട്ടുപഠിച്ച് ബഡ് സ്കൂൾ കുട്ടികളുടെ കലോത്സവത്തിലേക്ക് യാത്ര തിരിക്കും. നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ ഒരു സഹായം എത്തിച്ചതിൽ മിത്ര മെഡിക്കൽ സെന്ററിലെ ഓരോരുത്തരോടും ബഡ് സ്കൂൾ അധ്യാപിക രമ്യ നന്ദി അറിയിച്ചു. 28ഓളം കുട്ടികൾ ഡെയിലി വന്ന് പോകുന്ന കുട്ടികളാണ്. അതിൽ മിക്കവർക്കും പലതരം കഴിവുകളുണ്ട്, പലതരം ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവർക്കൊരു നാളെ എന്ത് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഇല്ലാത്തൊരു കാലം വന്നാൽ അവർക്കൊരു വരുമാനമാകും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഞങ്ങളിവിടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ടാണുള്ളത്. അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും അതുപോലെ വിവിധ സംഘടനകൾ ഞങ്ങളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾ രാവിലെ ഇവിടെ പ്രാർത്ഥനയും അതേപോലെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അരുണ് കയറി വന്നപ്പോൾ ഞങ്ങൾ പാട്ട് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ ഞങ്ങളുടെ സ്പീക്കർ കേടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു, നോക്കിക്കഴിഞ്ഞു, ആൾ തിരിച്ചു പോയിട്ട് തിരിച്ചു വരുമ്പോൾ മിത്ര ഹോസ്പിറ്റലിലെ അവരുടെ വക ഒരു ബോക്സ് മൈക്ക് ആയിട്ടാണ് ഞങ്ങൾക്ക് വന്നത്. അപ്പോൾ അതിന് അതിയായ സന്തോഷമുണ്ട്. ഒത്തിരി നന്ദി ഞാൻ അവരോട് അറിയിക്കുകയാണ്. CCN കടമ്പഴിപ്പുറം. അംഗീകൃത രക്തബാങ്കുകൾ വഴി രക്തം സ്വീകരിക്കണമെന്നും അതുവഴി എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ പകരുന്നത് തടയാൻ സാധിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു DMO. ഒരിക്കലും ഒരു HIV പേഷ്യന്റ് അല്ല ബാധിതരായ ആളുകളുടെ വിവരങ്ങൾ ഒരു കാരണവശാലും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അത് അത്രയും സീക്രട്ട് ആയിട്ടാണ് നമ്മൾ മീൻസ് അത് നമ്മുടെ സമൂഹത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ കൊണ്ടാണത്. അപ്പോൾ ഞാനിപ്പോൾ HIV ബാധിതയാണെന്ന് ഞാൻ പറഞ്ഞാൽ നാളെ എല്ലാവരും കൂടെ എന്നെ കല്ലെറി. ആ അവസ്ഥയാണ് നമ്മുടെ സമൂഹം. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അവരുടെ പ്രൈവസി നന്നായിട്ട് സൂക്ഷിച്ചത്. ഇനി അവർക്ക് എന്തെല്ലാം സർവീസ് നമുക്ക് കൊടുക്കാൻ കഴിയുമോ അത് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റ് എല്ലാ ആളുകൾക്കും കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സർവീസും HIV ബാധിതർക്കും അവരിൽ പലരും ഒരുപാട് സ്ത്രീകളായത് പലപ്പോഴും അവരുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണ്. കുട്ടികൾ HIV ബാധിതരായത് അവരുടെ കുറ്റം കൊണ്ടല്ല. അപ്പം ആ ഒരു ആളുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനു വേണ്ടിയിട്ട് അവബോധം കൊടുക്കുക എന്നുള്ളതും ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയാണ്, പ്രാധാന്യമാണ്. ആരോഗ്യവകുപ്പും മലപ്പുറം എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ചേർന്ന് മഞ്ചേരി നോബൽ വിമൻസ് കോളേജിൽ നടത്തിയ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു DMO. എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങളുടെ പകർച്ച തടയുന്നതിന് കുട്ടികളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് DMO പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ TB ഓഫീസർ ഡോക്ടർ P. അബ്ദുൾ റസാഖ് അധ്യക്ഷനായി. നോബൽ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ U. സൈതലവി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഞ്ചേരി മെഡിക്കൽ കോളേജ് RMO ഡോക്ടർ P. അജിത് കുമാർ ദിനാചരണ സന്ദേശം നൽകി. റെഡ് റിബൺ പ്രോഗ്രാം, സ്കിറ്റ് അവതരണം, മെഴുകുതിരി തെളിയിക്കൽ, കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. CCN മലപ്പുറം. പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ജില്ലയിൽ തന്നെ മാതൃകയാവുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ. 14 ലക്ഷം രൂപ ചിലവഴിച്ച് 4 LP സ്കൂളുകളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെരിന്തൽമണ്ണ നഗരസഭയാണ് 1000 കുട്ടികൾക്കായി പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പാക്കുന്നത്. GMLP സ്കൂൾ കക്കുത്ത്, GMLP സെൻട്രൽ സ്കൂൾ, GLP സ്കൂൾ മണ്ടോടി, GLP സ്കൂൾ പഞ്ചമം എന്നീ സ്കൂളുകളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കക്കൂത്ത് GMLP സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ P. ഷാജി നിർവഹിച്ചു.
അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാണ് പ്രഭാത ഭക്ഷണ പരിപാടി. നമ്മുടെ ജില്ലയിൽ 100-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിൽ പ്രഭാത ഭക്ഷണ പരിപാടി നടത്തുന്നില്ല എന്നുള്ളത് നമ്മുടെ നഗരസഭ എത്രത്തോളം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. മറ്റൊരു സ്ഥലത്തുമില്ല. ഇത് വിദ്യാർത്ഥികളെ പോലെ തന്നെ ഏറ്റവും പ്രയോജനകരമാവുന്ന ഒന്നാണ് നമ്മുടെ രക്ഷിതാക്കൾക്കും. കുട്ടികൾ രാവിലെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ ചിലപ്പോൾ അവർ തയ്യാറാവും. അങ്ങനെ വന്ന കുട്ടികൾ സ്കൂളിലെത്തിയാൽ എന്തെങ്കിലും കഴിച്ചോ എന്നുള്ള വേവലാതി തീർച്ചയായിട്ടും അമ്മമാർക്കും അച്ഛന്മാർക്കും ഉണ്ടാവും. നമ്മുടെ ഈ പദ്ധതിയോടുകൂടി ആ വേവലാതി ഇല്ലാതാവുക ആയി എന്ന് മാത്രമല്ല, വീട്ടുകാർക്കൊരു റിലീഫ് കൂടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ തർക്കം. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ നെച്ചിയിൽ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ അധ്യക്ഷയായി. നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ, നഗരസഭാ കൗൺസിലർ പി സീനത്ത്, ഹെഡ്മാസ്റ്റർ സി ഷാജിമോൻ, PTA പ്രസിഡന്റ് കെ സാജിദ, PTA വൈസ് പ്രസിഡന്റ് കെ അൻഷാദ്, സ്റ്റാഫ് സെക്രട്ടറി റീന ജലാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണം നടത്തി. നഗരസഭ വൈസ് ചെയർമാന്റെ നേതൃത്വത്തിൽ കായികമേളയിൽ മികവ് തെളിയിച്ച കുട്ടികളെ മെഡൽ നൽകി ആദരിച്ചു. പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിലെ 15ഓളം വിദ്യാർത്ഥികളും ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. കലാകായികമേളയിൽ ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികളും മികച്ച വിജയം കരസ്ഥമാക്കിയിരുന്നു. CCN പെരിന്തൽമണ്ണ. നാട്ടറിവ് നേടാൻ ആലിപ്പറമ്പിലെ വിത്തുഗ്രാമത്തിലെത്തി വിദ്യാർത്ഥികൾ. പാണ്ടിക്കാട് GHSSലെ വിദ്യാർത്ഥികളാണ് സുരേഷ് മലയാളിയുടെ വിത്തുപുര കലാ സാംസ്കാരിക കേന്ദ്രം സന്ദർശിച്ചത്. ആടിയും പാടിയും ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് WIE ക്ലബിന്റെയും നേതൃത്വത്തിലാണ് ആലിപ്പറമ്പ് വിത്തുപുര കലാ സാംസ്കാരിക കേന്ദ്രത്തിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൃഷിയെയും കൃഷിരീതികളെയും കൃഷിക്ക് ഉപയോഗിക്കുന്ന വിവിധയിനം കാർഷിക ഉൽപ്പന്നങ്ങളെയും കൃഷിക്ക് ആവശ്യമായ വിത്തുകളെയും നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു ക്യാമ്പ്. സുരേഷ് മലയാളി കൃഷിരീതികളെ പറ്റി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. പാറകത്തോലെ പുല്ലാനിത്തോലെ കാഞ്ഞിരത്തോലെ ഇല കണ്ടാൽ മനസ്സിലാവൂലേ. അതുപോലെ പച്ചമുളക് ഉണ്ടാകുന്നത് നാനോ ടെക്നോളജിയിൽ ആ പാണത്തോലെ ഇട്ടാൽ മതി. ഇതിനൊക്കെയാണ് ഇങ്ങനെ 100 കണക്കിന് അറിവുകളാണ് നിങ്ങൾ 9-10 ക്ലാസ്സുകളിൽ എടുക്കേണ്ടത്. പാട്ടിലുണ്ട് അതിന്റെ അർത്ഥങ്ങളൊക്കെ. നേരത്തെ ഇപ്പൊ മാറ്റ് കവിതയില്ലേ, അപ്പൊ നമ്മള് കുറെ അർത്ഥങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ പുഴ കാണുമ്പോൾ എന്താ ചെയ്യാ? പുഴ സെൻട്രൽ ഏഷ്യയാണ്. 45 പുഴയിലുള്ളത് ഒഴുകാത്തൊരു പുഴയൊന്നുമില്ല. അതുപോലെ തന്നെ അനീതിക്കെതിരെയൊക്കെ നിങ്ങൾ പുഴ പിടിക്കണം. ഞാൻ ഇവിടുന്ന് കയറുമ്പോ പറഞ്ഞിട്ട് സ്ഥാനമില്ലേ. ആടിയും പാടിയും കണ്ടും കേട്ടും ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. കനകപ്പൊൻവള കയ്യേ ഇട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ, കനകപ്പൊൻവള കയ്യേ ഇട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ, മുത്തും പൊന്നോള മുളവടിയെന്തും പൊന്നോള. പഴമയുടെ ഓർമ്മകളിലേക്ക് പോകുന്ന മൺപാത്രവും പ്ലാവില കുമ്പിളും ചിരട്ടക്കയിലും പിന്നെ ചുട്ട പപ്പടവും ചമ്മന്തിയും കൂട്ടി കഞ്ഞി കുടിച്ചതും വിദ്യാർത്ഥികൾക്ക് ആദ്യാനുഭവമായി. പണ്ട് ഇങ്ങനെയാണ്, അന്ന് തവിയില്ല. അന്ന് ഇങ്ങനെ ലായതുകൊണ്ട് കുമ്പിള് കുത്തിയിട്ടാണ് അവിടെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ. എക്സ്പീരിയൻസ് ചെയ്യാത്ത വിധത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വേണം പറയാൻ. അത്രയും നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് പഞ്ചക്കിൽ കഞ്ഞി. അധ്യാപകരായ ദിൽഷാദ് ബാബു, ജിതിൻ, ബഷീർ, ശ്രുതി, നുസ്രത്ത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അന്യം നിന്നു പോകുന്ന കാർഷിക അറിവുകളെക്കുറിച്ച് കുട്ടികൾക്ക് ഒരു പ്രത്യക്ഷ അനുഭവം പ്രദാനം ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടായ്മ. ക്ലാസ് റൂമിനകത്തു നിന്നും കുട്ടികളെ ഗ്രാമങ്ങളിലേക്കും സമൂഹത്തിലേക്കും കൊണ്ടെത്തിച്ചുകൊണ്ട് സാമൂഹികമായ അറിവുകളെക്കുറിച്ചുള്ള പ്രത്യക്ഷമായൊരു അവബോധം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ നാട്ടറിവ് പണിപ്പുരയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
കൃഷിരീതികളും പഴയകാല സംസ്കാരങ്ങളും അനുഭവിക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ടു. ശരിക്കും എന്താണ് കൃഷി എന്നുള്ളതും എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളതും പിന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനെ പറ്റിയാണെങ്കിലും ലോകത്തെ മൊത്തം പറ്റിയിട്ടാണെങ്കിലും കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ശരിക്കും നമ്മളെ മൈൻഡിൽ കയറിയ പോലെയായിരുന്നു സുരേഷനും പറഞ്ഞു തന്നിരുന്നത്. പിന്നെ ഞങ്ങൾ കുറേ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഓരോ കാർഡും അതും ഇതൊക്കെ കാണിച്ചു തന്നു. അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്, എങ്ങനെ ഉള്ളതാണ്, അങ്ങനെ ഫുള്ള് ക്ലിയർ ആക്കി ഞങ്ങൾക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നു. കുറേ നല്ല നല്ല സ്ഥലങ്ങൾ കാണിച്ചു തന്നു. പുഴ ഇതൊക്കെ ആണെങ്കിലും അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ പറയാൻ വാക്കുകളില്ല. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലിപ്പറമ്പ് കാളിക്കടവ് പാലം അപ്രോച്ച് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ കുറ്റിയടിക്കൽ നടന്നു. പാലത്തിന്റെ നിർദ്ദിഷ്ട പ്രോജക്ട് ഡിസൈൻ വർക്ക് പൂർത്തിയാക്കി ഭരണാനുമതിക്കായി ഉടനെ സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു. പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ജില്ലയിൽ തന്നെ മാതൃകയാവുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ. 14 ലക്ഷം രൂപ ചിലവഴിച്ച് 4 LP സ്കൂളുകളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ എപ്പോഴും മുൻഗണന നൽകുന്നതെന്ന് ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ PMAY പദ്ധതിയിൽ അപേക്ഷ നൽകിയ മുഴുവൻ ആളുകളുടെയും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു. അപേക്ഷ നൽകിയ 284 പേരിൽ 174 പേർ പഞ്ചായത്തുമായി കരാറിൽ ഒപ്പുവച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.